വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഓം ഗംഗണപതയേ നമ. ഓം സൂര്യായ നമ. കേരളത്തിലെ അമ്മൂമ്മ കഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അല്ലെങ്കിൽ ഒന്നാണ് സൂര്യകാലടിമനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ. നമുക്കറിയാം, പഴയകാലത്തെ അമ്മൂമ്മമാർ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇല്ലം, ആ കഥകളിൽ വരുന്ന ഒരു ഇല്ലമാണ്, ആ ഒരു പേരാണ് സൂര്യകാലടിമന. വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി മാത്രം കേൾക്കുന്ന ഒരു പേരായി കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെവിടെയും വിരാജിക്കുന്ന ഒരു ഇല്ലമാണ് സൂര്യകാലടിമന. മനയിലെ ഓരോ സൂര്യന്മാരും ഒരുപാട് ഐശ്വര്യത്തോടു കൂടി ഒരുപാട് കാലം സുഖസമൃദ്ധിയോടുകൂടി ജീവിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മനകളിലും അല്ലെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട വീടുകളിലെല്ലാം ഇപ്പോഴത്തെ കാലത്ത് ഗണപതി ഹോമം നടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. കാരണം ഗണപതി ഹോമത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ, അതും ആധുനിക ശാസ്ത്രത്തിൻ്റെ പിൻബലത്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഗുണഗണങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആളുകൾ ഒരുപാട് പേര് ഗണപതി ഹോമത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോഴത്തേത്. ഈ കാലഘട്ടത്തിൽ വീടുകളിൽ, ക്ഷേത്രങ്ങളിൽ എന്ന് മാത്രമല്ല വീടുകളിലും മനകളിലുമെല്ലാം വളരെ സർവ്വസാധാരണമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത്, ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് വളരെ നേരത്തെയാണ് ഒട്ടുമുക്കാലും സ്ഥലങ്ങളിൽ നടക്കുക. അപൂർവമായിട്ടും നേരം വൈകി നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. എന്നാൽ എപ്പോഴും ദീപത്തിൻ്റെ, നിലവിളക്കിൻ്റെ സാന്നിധ്യത്തിലാണ് ഗണപതി ഹോമം നടക്കുക. എന്നാൽ സൂര്യകാലടിമനയിൽ ഗണപതി ഹോമം നടക്കുന്നത് സാക്ഷാൽ സൂര്യഭഗവാന്റെ സാന്നിധ്യത്തിലാണ്. ആ സൂര്യഭഗവാനാണ് അവിടെ ദീപമായി തെളിയുന്നത്. അവിടെ സാക്ഷിയാകുന്നത് ഭഗവാനാണ്. എന്തൊരു ഉത്കൃഷ്ടമായ കാഴ്ചപ്പാടാണ് അല്ലേ? അതാണ് സത്യം. ഓം ഗംഗണപതയേ നമഃ.